ഇൻസെപ്ഷൻ എന്ന മൂവിയില് എന്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അതോ ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീൻ എല്ലാം റിയൽ ആണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പലിശ്ശേരി ചിത്രത്തില് നൻപകൽ നേരത്തെ മയക്കം, അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി കൂടിയതാണെന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ഇതിലെ മമ്മൂക്ക എന്നൊരു സിനിമ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ, ഇത് ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കുന്നത് വന്നിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല. ലിജോ സാറ് ഒരു ഇത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ പറ്റി വന്നത്. എന്നോട് പറഞ്ഞില്ല, പുള്ളി എന്നോട് പറയുക. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മുടെ ഒരു എന്താ പറയുക, ആ സിനിമ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ കസ്റ്റമർ നോടൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാര് ചെറിയ ഭാഗങ്ങൾ. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. അപ്പോ നമുക്ക് ഓൾറെഡി ഇത് സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. ഗൗതം സാർ ചെയ്യുന്ന എല്ലാ പടങ്ങളിലും എപ്പോഴും ഒരു യുണീക്ക് ആയിട്ട് സാറിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സാർ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് എപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണാറുണ്ട്. ഡൊമിനിക്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ഏതായിരിക്കും? സാർ തന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രസൻസ് അവിടെ ഉണ്ടാവുന്നത്, ക്യാരക്ടർ അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കാം. ഉണ്ട് സാറ് എൻജോയ് ചെയ്ത ഏത് മൊമെന്റ് ആയിരുന്നു? അല്ല, അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് അതിന് മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീറോയുടെ പിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അതൊരു സെലിബ്രേഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ പടത്തിൽ നോക്കിയ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ട് നടന്നു, ഞാൻ എന്റെ കാർഡ് അവിടെ വേണമെന്ന് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടതാണ്. അതാണ് എന്റെ സെലിബ്രേഷൻ മൂവ്മെന്റ്. സാർ ഇസ് വാക്കിംഗ് ഇൻടു മൈ ലൈഫ്. മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് മാജിക്കൽ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ് എന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മമ്മൂക്കയിൽ കണ്ട ഏറ്റവും മാജിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും? കുറെ ഉണ്ട് പടത്തിൽ, 100% കുറെ ഉണ്ട്. എവറി മോമെന്റ് ഞാൻ എന്റെ ടീമിന്റെ അടുത്തും പറയും. ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സാർ സൂപ്പർ സപ്പറിംഗ് എന്ന് പറയാൻ സാർ ജസ്റ്റ് ചിരിച്ചിട്ട് പോകും. സോ ഐ കെപ്റ്റ് ഓൾ ദാറ്റ് ടു മൈസെൽഫ് ആൻഡ് വി ഡിസ്കസ്ഡ് എക്സ്റ്റെൻസീവ്ലി. ഈ സാറ് ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല. ഇത് നമ്മൾ ഡയലോഗായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ അത് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ, അത് കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, അത് ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് ആക്ടറായിട്ട് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ലോക്കും, ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. സാർ ചെയ്തത് അത് വേറെ. നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്. കണ്ടില്ലേ ആ പോലീസ് അടിയും ആ ലോക്കും വന്നിട്ട് അത് മിനിറ്റ്സ് ടോക്കിംഗ് അബൌട്ട്. അത് നമ്മൾ പിടിക്കാനേ പറ്റില്ല. സോ ഐ എൻജോയ് എവറി മൊമെന്റ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഡേ ഷൂട്ട്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലെറ്റ് ഹിം ഗോ ഇൻ 45 days actually.